ന്യൂട്രീഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിനാരിയോയില് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്, ഈ ഇന്നത്തെ ഒരു തിരക്കേറിയ ജീവിതത്തില് ജീവിതശൈലിയും ആഹാരശൈലിയും ഒക്കെ തെറ്റായിട്ട് എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തില് ന്യൂട്രീഷനെ കുറിച്ച് ഉള്ള ഒരു അജ്ഞത മൂലം തന്നെയാണ് എല്ലാവരും നിരവധിയായുള്ള രോഗങ്ങളിലേക്കും അല്ലെങ്കിൽ അനാരോഗ്യത്തിലേക്കും എത്തുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ഗുഡ് ന്യൂട്രീഷൻ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാം, അല്ലെങ്കിൽ മെഡിസിന്റെ റോള് എങ്ങനെയാണ്, നമ്മൾക്ക് എവിടെയൊക്കെയാണ് മെഡിസിന്റെ ആവശ്യകത എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ജസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറയുന്നത് ചേഞ്ചിങ് സിസ്റ്റംസ് ലൈഫ്സ്. അപ്പൊ നമ്മള് ഇത്രയും നാള് നമ്മള് പരിചരിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂ വന്നതിന് ശേഷമാണ് നമ്മൾ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അത് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയാലും ആയുർവേദ, അലോപ്പതി, ഹോമിയോപ്പതി, അല്ലെങ്കിൽ പല സിദ്ധ, യുനാനി, അങ്ങനെ പല ട്രീറ്റ്മെന്റ് സിസ്റ്റംസ് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്. അപ്പോ ഇതിൽ എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഇൽനെസ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ബോഡി പാർട്ട് ഫങ്ഷനിങ് നിർത്തുമ്പോഴായിരിക്കും നമ്മൾ പോയിട്ട് നമ്മൾ ഒരു മെഡിക്കൽ ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോക്ടറെ നമ്മൾ കാണുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വേറിട്ട ഒരു ചിന്തയുമായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ഒരു സ്ട്രാറ്റജിയിൽ ഊന്നിക്കൊണ്ട് എങ്ങനെ നമ്മുടെ ഡെയിലി ബേസിസിലെ നമ്മുടെ ദിവസത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ആഹാരക്രമത്തെയും ഒക്കെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാം എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെ നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രീഷൻ ഫുഡും കോച്ചിങ് സിസ്റ്റവും തന്നെയാണ് നമ്മുടെ ഈ ഹെൽത്തി ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ചേഞ്ചിങ് സിസ്റ്റം. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രട്ടിസ്, അദ്ദേഹം 420 BC ജീവിച്ചിരുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ന്യൂട്രീഷൻ ഇസ് ലെറ്റ് ഫുഡ് ദൈ ബി യുവർ മെഡിസിൻ ആൻഡ് മെഡിസിൻ ബി ദൈ യുവർ ഫുഡ് എന്നാണ്. മെഡിസിൻ ദൈ യുവർ ഫുഡ് എന്നാണ്, ദൈ മീൻസ് യുവേഴ്സ്. അപ്പൊ നിങ്ങളുടെ ആഹാരമായിരിക്കട്ടെ നിങ്ങളുടെ ഭക്ഷണം തന്നെയായിരിക്കട്ടെ നിങ്ങളുടെ ഔഷധവും, നിങ്ങളുടെ ആഹാരം തന്നെയായിരിക്കട്ടെ നിങ്ങളുടെ മരുന്ന്. തിരിച്ചും അത് തന്നെയാണ് വീണ്ടും പറയുന്നത്, നിങ്ങളുടെ ഭക്ഷണം എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നിങ്ങൾക്ക് ഔഷധമായിട്ട് വർത്തിക്കേണ്ടത് എന്നാണ് അദ്ദേഹം 420 BC അല്ലെങ്കിൽ മെഡിസിന്റെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രട്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മോഡേൺ മെഡിസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫാർമക്കോളജി അല്ലെങ്കിൽ മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര രംഗം നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ ലോകത്താകമാനം പോപ്പുലറായി തുടങ്ങിയത് ഏകദേശം 18ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ ഒരു അസുഖം വന്നാൽ പോലും നമ്മൾ സ്വയം ചികിത്സിക്കാം, അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ മെഡിസിൻസ്, പാരസിറ്റമോൾ മുതൽ പെയിൻ കില്ലേഴ്സ് വരെ. കോവിഡ് സീസണിലൊക്കെ പാരസിറ്റമോൾ പണ്ട് തന്നെ ഓവർ ദ കൗണ്ടർ മെഡിസിൻ ആണ്. അല്ലാതെ ഉള്ള ചില ഡ്രഗ്സ് പോലും നമ്മുടെ സർക്കാർ ഓവർ ദ കൗണ്ടർ മെഡിസിൻ ആക്കി ഡോക്ടേഴ്സിനെ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാലും മെഡിസിൻ കിട്ടും എന്നുള്ളൊരു സ്ഥിതി വിശേഷം വന്നപ്പോഴേക്കും എല്ലാവരും അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഈ മെഡിസിന്റെ എല്ലാം സൈഡ് ഇഫക്റ്റ് എന്താണെന്നോ, അല്ലെങ്കിൽ അത് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്നോ, അല്ലെങ്കിൽ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ്, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ റിപ്പയർ വർക്ക്സ് നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുന്നതും അപകടത്തിൽ ചെന്ന് ചാടുന്നത്. വന്നപ്പോഴേക്കും എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങി എന്താണ് കാര്യം. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വീണ്ടും നമ്മൾ നമ്മുടെ ന്യൂട്രീഷൻ ഫുഡ് കണ്ടിന്യൂ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ അത്ഭുതമാണ്. എന്തിനാണ് ഇങ്ങനെ ഇത് കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും. ബിക്കോസ് അവരെല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നത് ഇത് തടി കുറയ്ക്കുന്ന എന്തോ ഒരു പൊടി, അങ്ങനെയാണ് ഈ പൊടി എന്നാണ് അതിനെ ഒരു നെയിം ചെയ്യുന്നത് തന്നെ. അപ്പൊ തടി കുറയ്ക്കുന്ന എന്തോ ഒരു പൊടി കഴിച്ചിട്ട് തടി കുറച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് നിർത്തിക്കൂടെ എന്നാണ് അവരുടെ എല്ലാവരുടെയും ചോദ്യം. പക്ഷെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ആദ്യമൊക്കെ ഞാൻ നമ്മുടെ പ്രോഗ്രാമിൽ വളരെയധികം റിബൽ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യാതെ ഇതുപോലെ തന്നെ പൊടി എന്നുള്ള രീതിയിൽ ഞാനും കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഹസ്ബൻഡിന്റെ റിസൾട്ട് അദ്ദേഹത്തിന്റെ ഐഡിയൽ വെയിറ്റ് എത്തിയതോടൊപ്പം തന്നെ അദ്ദേഹം ബോഡി പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആക്കിയതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഷുഗർ നോർമൽ ആയിട്ടുണ്ടായിരുന്നു. അതിൽ BP
അതുപോലെ ഫാറ്റി ലിവർ പ്രോബ്ലംസ്, ബോർഡർ ലൈൻ കൊളസ്ട്രോൾ, ഇതെല്ലാം സോൾവ് ആയതിന്റെ ബേസിസിൽ ഇതിലെന്തോ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ. ബിക്കോസ് വെറുതെ ഒരു വെയിറ്റ് ലോസ് അല്ല സംഭവിച്ചിരിക്കുന്നത്, ബോഡിയിൽ മൊത്തത്തിൽ എന്തോ ഒരു യൂ ടേൺ എടുത്തിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കൂടുതൽ നമ്മൾ പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും നമ്മൾ പ്രോഗ്രാം ചെയ്യാനും ഈ കഴിഞ്ഞ 4 വർഷം നമ്മൾ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലേണിംഗിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ രാവിലെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഫോർമുല 1 ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കൃത്യമായ അളവിൽ, അതായത് നമ്മുടെ ബോഡി 3 നേരം ആഹാരം കഴിക്കാൻ പറ്റിയ ഒരു വിധത്തിലാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് മനുഷ്യരുടെ. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ പെരുമ്പാമ്പ്, ഗൂഗുലിയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ 3-4 ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ള ഫുഡ് ഒരുമിച്ചാണ് കഴിക്കുന്നത്. പക്ഷെ ഹ്യൂമൻ ബോഡി അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൃത്യമായ ഇടവേള, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 3 നേരം ഇടവേളകൾ വിട്ടിട്ട് നമ്മൾ ആഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ അബ്സർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പോലും 3 ടൈംസ് എ ഡേ, അല്ലെ ആഹാരത്തിന് മുന്നേ ശേഷം 3 ടൈംസ്, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അബ്സോർപ്ഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നത്, കൃത്യമായ ഇടവേളകളിൽ. അല്ലാതെ ഒരുമിച്ച് നമ്മൾ ഒരു ഡോസ് ആയിട്ട് മറ്റു മൃഗങ്ങൾ കഴിക്കുന്നത് പോലെ ആഹരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് എടുക്കാൻ പറ്റില്ല. അത് വെറുതെ മോഷനിലൂടെ ഫീക്കൽ മാറ്ററിലൂടെ പോകും. അപ്പൊ അവിടെയാണ് നമ്മുടെ ന്യൂട്രീഷൻ ഷേക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ വെൽനസ് പ്രോഗ്രാമിന്റെ, ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഒത്തിരി നാളായിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള കോച്ചസിനൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ ഷേക്ക് മാത്രമല്ല നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷനും നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോ എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു 10 days മാരത്തോൺ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് മാരത്തോൺ എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് ആകെ ഷേക്കിനെ കുറിച്ചോ അഫ്രഷിനെ കുറിച്ചോ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുന്നത് നമ്മൾ തടി കുറയ്ക്കുന്ന ഒരു പൊടിയല്ല. നമ്മൾ ഡെയിലി നമ്മുടെ ബോഡിക്ക് വേണ്ട കൃത്യമായ ന്യൂട്രീഷൻ കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ 9 ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഫോർമുല 1, അതുപോലെ തന്നെ ഷേക്ക് മേറ്റ്, ഇതെല്ലാം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ, അതായത് അതിനകത്ത് 0 കാലറി സ്വീറ്റ്നസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്നില് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൂക്രലോസ് എന്ന് പറയുന്ന പഞ്ചസാരയോട് വളരെയധികം സാമ്യമുള്ള സൂക്രലോസ് ആണ് ഫോർമുല 1 എന്നാൽ ഷേക്ക് മേറ്റിൽ അടങ്ങിയിരിക്കുന്നത് സ്റ്റെവിയ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന മധുര തുളസി. ആയുർവേദിക് ന്യൂട്രീഷനിലൊക്കെ ആയുർവേദിക് മരുന്നുകളിലൊക്കെ ആഡ് ചെയ്യാറുള്ള ഒരു മധുര തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദിക് ചെടിയുണ്ട്. അതിന്റെ സ്റ്റെവിയ ഗ്ലൈക്കോസൈഡ്, അതിൽ നിന്നെടുത്ത പഞ്ചസാര, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്ത് അത് 0 കാലറിയാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. സാധാരണ കരിമ്പിൽ നിന്നെടുത്ത പഞ്ചസാരയോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടിൽ നിന്നെടുത്ത പഞ്ചസാരയോ ഒക്കെ അല്ലെങ്കിൽ പഴങ്ങളിൽ നിന്നെടുത്ത പഞ്ചസാരയോ ഒക്കെ നമ്മുടെ ശരീരത്ത് കാലോറി ആണ് പ്രദാനം ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ഈ പറയുന്ന സ്റ്റെവിയ ഗ്ലൈക്കോസൈഡും അതുപോലെ തന്നെ സൂക്രലോസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള 0 കാലറി സ്വീറ്റ്നറും ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ 0 കാലറിയാണ്. നമ്മുടെ കോശങ്ങളിലൂടെ അത് ജസ്റ്റ് കയറി ഇറങ്ങിപ്പോ അതിനെ മെറ്റബിളൈസ് ചെയ്യാനുള്ള എൻസൈംസ് അല്ലെങ്കിൽ രാസത്വരകങ്ങൾ നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ നമ്മുടെ നാക്കിൽ മാത്രം ഒരു ടേസ്റ്റ്, ഒരു മധുരം ഇമ്പാർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു 85% നമ്മുടെ ഫീക്കൽ മാറ്ററിലൂടെ പോവുകയും അബ്സോർബ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു 15%, ആ 15% കോശങ്ങളിൽ എത്തിയിട്ട് അതുപോലെ തന്നെ കോശങ്ങൾ പുറന്തള്ളി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വഴി അത് കിഡ്നീസിലെത്തി. കിഡ്നി അതുപോലെ തന്നെ 15%, ബാക്കിയുള്ള 15% അരമണിക്കൂറിനുള്ളിൽ അത് നമ്മുടെ യൂറിനിലൂടെ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ കളഞ്ഞിട്ടുള്ള യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആ സുക്രലോസ് എല്ലാം അതുപോലെ തന്നെ യൂറിനിൽ അവശേഷിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ നമ്മുടെ ഫോർമുല 1 ഫോർമുല 1നെ കുറിച്ച് അത് മാത്രമായിട്ട് സ്പെസിഫിക്കലി പറയണമെങ്കിൽ ഒരു ദിവസം ഫുൾ എടുക്കുക. അതുകൊണ്ട് ഞാൻ അത് മറ്റൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യമാണോ പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. എന്നാലും ജസ്റ്റ് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ബേസിക് ആയിട്ട് പ്രോട്ടീൻ നമ്മുടെ ഷേക്ക്. അപ്പൊ ഒരു 250 കാലോറിയാണ് നമ്മൾ ഡെയിലി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ്ങും വെയിറ്റ് ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഈവനിങ്ങും ഷേക്ക് കഴിക്കാൻ പറ്റും. അപ്പോഴും നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഒരു 250 കാലോറിയാണ്. ഈ 250ഉം 500 കാലോറിയാണ് നമ്മുടെ 2 നേരത്തെ ആഹാരത്തിൽ നമ്മൾക്ക് ശരീരത്തിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ച്, നല്ല ഹെവി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സും
കാർബോഹൈഡ്രേറ്റ് താരതമ്യേന ചോറിന്റെ അളവൊക്കെ കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറച്ചിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും കൂടെ അടങ്ങിയ പ്രോട്ടീൻ, മുട്ടയും മത്സ്യവും ഇറച്ചിയും ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലരോട് അത് കഴിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് സ്പെസിഫിക് റീസൺ ഉള്ളത് കൊണ്ടാണ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ കാലോറിയാണ് അവിടെ ബാലൻസ് ചെയ്യുന്നത്. ഒരു 500 മുതൽ 800 കാലോറി വരെയുള്ള ഒരു ലഞ്ചും കൂടെ നമ്മൾ കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമ്മുടെ ഡിന്നറും കഴിക്കുമ്പോഴേക്കും അവിടെ ഒരു കാലോറി ഡെഫിസിറ്റ് വരുന്നുണ്ട്. ഈ കാലോറി ഡെഫിസിറ്റ് വരുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ബോഡിക്ക് നമുക്ക് സംസാരിക്കണമെങ്കിലും നമുക്ക് നടക്കണമെങ്കിലും ഈവൻ കണ്ണ് ചിമ്മെങ്കിലും ശ്വസിക്കണമെങ്കിലും ഒക്കെ നമുക്ക് എനർജി വേണം. അപ്പോൾ ഈ എനർജി എല്ലാം നമ്മൾ ഇപ്പൊ എനർജി ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഓൾറെഡി നമ്മളുടെ സ്റ്റോർഡ് എനർജി ഉണ്ട്. കൊഴുപ്പ് എന്ന രീതിയിൽ നമ്മൾ വെയിറ്റ് ആയിട്ട് എക്സസ് 1 കിലോ മുതൽ അങ്ങ് കൂടുമ്പോഴേക്കും നമ്മൾ 1 കിലോ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ 8000 കിലോ കാലോറി ഊർജ്ജമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒപ്പം ഗുഡ് ന്യൂട്രീഷനും അതുപോലെ തന്നെ ബോഡി റിപ്പയറിന് ഉതകുന്ന കുറെ ന്യൂട്രിയൻസും. അപ്പൊ നേരത്തെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അപ്പൊ എല്ലാവരും ചോദിക്കും അത് തെറ്റാണോ എന്ന്. നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രെഡൊക്കെ കുറച്ചും കൂടെ ഫോറിനേഴ്സ് ആണ് ബ്രെഡൊക്കെ കഴിക്കുന്നത്. എന്നാലും നമ്മുടെ ഒരു നാടൻ രീതിയിൽ കേരളത്തിൽ വരുമ്പോൾ പുട്ട്, കടല, ഇഡ്ഡലി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ലോഡഡ് വിത്ത് ഷുഗർ ആണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ നേരിട്ട് പഞ്ചസാരയല്ല എങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് ഒക്കെ ഹൈ ഷുഗർ കണ്ടന്റ് ആണ്. നമ്മൾ അത് ഗ്ലൂക്കോസ് ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്ത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് അതിനെല്ലാം. അതുപോലെ തന്നെ ഹൈ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അരിയും ഗോതമ്പും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൊതുവിൽ സൗത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് വെറൈറ്റീസ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ മിക്കവാറും ലോകത്താകമാനം അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോ പ്രോട്ടീനും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ ഒരു ഇഡലിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് ഉഴുന്ന് ചേർത്തിട്ടുണ്ടാവും. പിന്നെ ആ സാമ്പാറിൽ കുറച്ച് വേണമെങ്കിൽ ഒരു പരിപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബാക്കി മുഴുവൻ പച്ചക്കറിയൊക്കെ ആയിരിക്കും. അപ്പൊ കുട്ടികളാണെങ്കിൽ ഈ പച്ചക്കറി ഒന്നും കഴിക്കാതെ ആ സാമ്പാറിന്റെ ഗ്രേവി മാത്രമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന പ്രോട്ടീനിന്റെ ലോഡ് വളരെ കുറവായിരിക്കും. താരതമ്യേന ഡൈജഷൻ പെട്ടെന്ന് തന്നെ നടക്കുന്നത് കൊണ്ട് തന്നെ ഡൈജഷൻ പെട്ടെന്ന് തന്നെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു 10-11 ഒരു ഓഫീസ് ടൈം ഒരു 10 മണി 11 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും എന്ത് ചെയ്യും, അടുത്ത ഒരു ചായ കുടിക്കാനും അല്ലെങ്കിൽ അടുത്ത ഒരു സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ഓഫ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ ഇതൊക്കെയാണ് ട്രെൻഡ്. കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷെ ഒരു മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പോകാനുള്ള ഫ്രീഡം ഉണ്ടിട്ട് സ്വാഭാവികമായിട്ടും എല്ലാ ഓഫീസുകളിലും നമ്മൾ കാണുന്ന ഒരു 10 മണി 10 മണിക്ക് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ 11 മണിയാകുമ്പോഴേക്കും ഒരു ചായ ആൻഡ് സ്നാക്ക്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ആ കാലോറി വളരെ കൂടുതലും എന്നാൽ ന്യൂട്രീഷൻ വളരെ കുറവായതുകൊണ്ടുമാണ് നമ്മൾക്ക് ആ ഒരു ടെൻഡൻസി വരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിൽ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യമൊക്കെ നമുക്ക് അതൊരു സൈക്കോളജിക്കൽ ഇതാട്ടോ. നമുക്കത് പോരാ എന്ന് തോന്നുന്നത്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു 10 days ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഈ പറയുന്ന ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ട് നമ്മൾക്ക് കുറഞ്ഞു വരും. നമ്മൾക്കത് തോന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സെൽസ് നമ്മൾക്ക് കിട്ടിയ ന്യൂട്രീഷൻ കൃത്യമായ അളവിൽ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. ആദ്യമൊന്നും നമ്മുടെ ശരീരത്തിന് മനസ്സിലാവില്ല. പെട്ടെന്ന് കുറെ ന്യൂട്രീഷൻ അകത്തേക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് വോമിറ്റ് ചെയ്ത് പോകും. ഡീടോക്സ് സിംറ്റം എന്നാണ് കോച്ചസ് സാധാരണ അതിനെ വിശേഷിപ്പിക്കാറ്. ചിലപ്പോൾ അത്രയും ലോഡ് വരുമ്പോഴേക്കും ചിലപ്പോൾ ബോഡിക്ക് അത് പ്രോസസ് ചെയ്യാനറിയില്ല. അപ്പൊ അത് വോമിറ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ അത് ലൂസ് മോഷൻ ആയിട്ട് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പലർക്കും. ചിലർക്ക് ഇതൊന്നും ഡീടോക്സ് സിംറ്റംസ് ഉണ്ടാവാറില്ല. ചിലപ്പോൾ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ലോഡ് ഓഫ് ന്യൂട്രിയൻസ് ശരീരത്തിന് പ്രോസസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അത് പുറന്തള്ളുന്നത്. പക്ഷെ കാലക്രമേണ അത് മാറിയിട്ട് നമ്മുടെ ബോഡി അത് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ഡീടോക്സ് സിംറ്റംസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ ബോഡി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഈ പറയുന്ന നമ്മളുടെ ഈ ഇടയ്ക്കുള്ള സ്നാക്കിംഗ് ടെൻഡൻസി ഒക്കെ നമ്മൾക്ക് നിൽക്കും. ചിലരൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മുടെ പുറത്തുള്ള കോച്ചസ് തന്നെ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊന്നും അറിയാണ്ട് ഗൈഡൻസ് തന്നോളെ. അപ്പൊ അവർ പറയും നിങ്ങൾ ഇത് കലക്കി കുടിച്ചിട്ട് അത് അവിടെ പോയിട്ട് സെറ്റ് ആയി പോയി സിമെന്റ് പോലെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് വിശക്കാത്തതെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ആദ്യമുള്ള കാലങ്ങളിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യമുള്ള നമ്മുടെ കാലഘട്ടം പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി നാളായിട്ടുള്ള ആൾക്കാർക്ക് മുന്നേ ഉള്ള നമ്മുടെ ജോയിൻ ചെയ്ത് വെൽനസ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള തുടക്ക കാലഘട്ടത്തിൽ നമുക്ക് വിശപ്പ് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയില്ല. നമുക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കോച്ചിനെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും കഴിച്ചോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതിന്റെ ഒരു മെയിൻ റീസൺ ബോഡി അതുമായിട്ട് അക്ലിമേറ്റൈസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ന്യൂട്രീഷൻ ഒക്കെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് ഈ പറഞ്ഞ ടെൻഡൻസി ഒക്കെ നമുക്ക് കുറയും. അപ്പൊ അതാണ് അതിന്റെ കുറെ സൈക്കോളജിക്കൽ
മോട്ടീവും കൂടി ഉണ്ട് അതിനകത്ത്. നമുക്ക് പോരാ എന്ന് തോന്നുന്നത് കുറച്ചൊരു സൈക്കോളജിക്കൽ ഇതാണ്. അപ്പൊ കോച്ചസ് പറയും കൃത്യമായിട്ട് വെള്ളം കുടിച്ചാൽ അത് കറക്റ്റ് ആയിക്കോളും എന്ന് പറയുമ്പോൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എക്സലന്റ് റിസൾട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാൻ മുന്നേ. ഇത് നമ്മുടെ സയന്റിഫിക് ടീമിലുള്ള, അതായത് പ്രോഗ്രാമിൽ ഇപ്പൊ ഞാനായാലും പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്, ബിക്കോസ് നമ്മുടെ ടിന്നിന്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് ബാംഗ്ലൂരുള്ള ഒരു അഡ്രസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിനെ ആരോ ഏതോ കന്നഡക്കാരൻ പറ്റിച്ചു, നമ്മൾ ഇതുവരെയൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, നമ്മുടെ ഒരു നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഐഡിയയിൽ തന്നെയാണ് ഞാനും പൊക്കോണ്ടിരുന്നത്. അപ്പോ അദ്ദേഹത്തെ ആരോ പറ്റിച്ചു, ഇത്രയും രൂപയൊക്കെ 10-30,000 രൂപയൊക്കെ കൊടുത്ത് കുറെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി വെച്ചിട്ട് ഇത് നമ്മൾ കഴിച്ചാൽ ശരത്തിന് ദോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി വറി ചെയ്തിരുന്ന ഒരു 10-14 ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തില് വളരെയധികം വിഷമിച്ച് ഞാൻ ആക്ച്വലി നമ്മുടെ ടിന്നുകളെല്ലാം വീട്ടിലിരിക്കുന്ന കണ്ടിട്ട് ഞാൻ രാത്രിയിലേക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഹെൽത്ത് റിസൾട്ട്, അദ്ദേഹം എന്നെ ബ്ലഡ് റിസൾട്ട് കാണിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു നോർമൽ ആയിട്ടുള്ള വാല്യൂസ് കിട്ടിയ ഒരു സന്തോഷമാണ് എന്താണ് പ്രോഗ്രാം എന്ന് ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ആ ഒരു ബ്ലഡ് റിസൾട്ട് ഞാൻ കാണാനിടയായതാണ്. അപ്പൊ നമ്മൾ കൂടുതലും മനസ്സിലാക്കും തോറും, അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇതിനകത്ത് സയന്റിഫിക് ജേർണൽസ് ഉണ്ടോ, സയന്റിസ്റ്റുമാരുണ്ടോ, ഡോക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഉണ്ടെന്ന് തന്നെയാണ് അതിന് പറയാനുള്ള ഏക ഉത്തരം. അതായത് ബിക്കോസ് ഇപ്പൊ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് നെഗറ്റീവ് വീഡിയോസ്, അപ്പൊ എല്ലാവരും ആ പുറത്തുള്ള വീഡിയോസ്, ബിക്കോസ് നമ്മൾ പൊതുവെ മലയാളീസ് ആയതുകൊണ്ട് നമ്മൾക്ക് മലയാളത്തിലുള്ള വീഡിയോസ് ആണ് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പൊ നമ്മൾ അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കാണുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം കൺഫ്യൂഷൻ ആക്കി കളയുന്ന കാര്യങ്ങൾ. പക്ഷെ എന്നാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തോട് ചേർന്ന് നിന്ന് കുറച്ച് സമയം ഒന്ന് മെനക്കെടുത്തി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയും സഹിഷ്ണുതയും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഈ സയന്റിസ്റ്റുമാരെ ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഭാവിയിൽ. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഡേവിഡ് ഹെബർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിലെ നമ്മുടെ ഇവിടെ ജനപ്രിയ നടൻ എന്ന് പറയുന്ന പോലെ ജനപ്രിയ ഡോക്ടേഴ്സിൽ പെട്ട ഒരാളാണ്. അതുപോലെ ലൂയി ജി ഇഗ്നാരോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് റൈറ്റ് സൈഡിൽ എൻഡിൽ കാണിച്ചിരിക്കുന്ന അദ്ദേഹമാണ് നൈറ്റ് വർക്ക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ 40 വർഷത്തെ സയന്റിഫിക് റിസർച്ച്, അദ്ദേഹം നോബൽ പ്രൈസ് സമ്മാനിതനായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു ഫാർമക്കോളജിക്കൽ പ്രൊഫസറാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് മുഴുവൻ അദ്ദേഹം ഷെയർ ചെയ്ത് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് സഹായിച്ച ഒരു മഹത് വ്യക്തിയാണ് ലൂയി ജി ഇഗ്നാരോ. അതുപോലെ തന്നെ ഓരോ സ്പോർട്സ് ന്യൂട്രീഷനും അതുപോലെ തന്നെ ന്യൂട്രീഷൻ ആസച്ച് ന്യൂട്രീഷനിലും അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ഒക്കെ ചെയ്യിക്കുന്ന സാമന്ത ക്ലേറ്റൺ അതുപോലെയുള്ള PhD എല്ലാം അടങ്ങിയ സയന്റിസ്റ്റുമാരാണ് നമ്മുടെ ന്യൂട്രീഷൻ അഡ്വൈസറി ബോർഡിലും എല്ലാ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിലും ഡിസൈനിങ്ങിലും ഇവൻ ടേസ്റ്റ് വരെ ഡിസൈൻ ചെയ്യുന്ന ഡിഫറെന്റ് ഫ്ലേവേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യുന്ന ന്യൂട്രീഷൻ എക്സ്പേർട്സിലും വരെ ഉള്ളത് വളരെയധികം അതാത് ശാസ്ത്ര മേഖലയിൽ എക്സ്പെർട്ടൈസ് എടുത്തിട്ടുള്ള സയന്റിസ്റ്റുമാർ, ഡോക്ടേഴ്സാണ്. അപ്പൊ പൊതുവിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഒരു സംശയം, ഓൾറെഡി അറിയാവുന്നവരുണ്ടാവാം, പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു സംശയം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ കോച്ചസ് ഓഫ്കോഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ പ്രോഗ്രാം ആണ്. ഇവിടെ യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റോ ചികിത്സാ പദ്ധതികളോ ചികിത്സാ മെത്തഡോ ഒന്നുമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓൾറെഡി എന്തെങ്കിലും ഇൽ ഹെൽത്ത് ഉള്ള ആൾക്കാർ, ഡയബറ്റീസ്, കൊളസ്ട്രോള്, BP, അതുപോലെ തന്നെ എന്തെങ്കിലും ലിവർ പ്രോബ്ലംസ്, അങ്ങനെ പല അസുഖങ്ങളായിട്ടായിരിക്കും പലരും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആയിട്ടായിരിക്കും ജോയിൻ. ഓൾറെഡി മെഡിസിനിൽ ഇരിക്കുന്നവരായിരിക്കും. പക്ഷെ ആ മെഡിസിനിൽ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും അവരവരുടെ മെഡിസിൻ എന്താണോ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രോഗ്രാം വെയിറ്റ് ലോസ് വാട്ട് എവർ ഇറ്റ് ഇസ്, വെയിറ്റ് ലോസ് ആയാലും വെയിറ്റ് ഗെയിൻ ആയാലും ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും യാതൊരു കാരണവശാലും മെഡിസിൻ ഓൾ ഓൺ എ സഡൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. എത്ര നാളത്തേക്കാണോ ഡോക്ടർ അത് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത്രയും നാളത്തേക്ക് കഴിക്കുകയും നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നതിനൊപ്പം തന്നെ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഇടയ്ക്കും നമ്മൾ ബ്ലഡ് റിസൾട്ട് ഒക്കെ എടുത്ത് നമ്മുടെ കോച്ചസിനെയും ആ ബ്ലഡ് റിസൾട്ട്സ് ഷെയർ ചെയ്ത് ഈ ബ്ലഡ് റിസൾട്ട്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ് വരുന്നതനുസരിച്ച് ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ട്
നമ്മളുടെ ഇപ്പൊ ബ്ലഡ് ഷുഗർ ഒക്കെ നോർമൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിസിൻസ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസുലിൻ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രിം ഡൗൺ ചെയ്യാനും ഒക്കെ നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മൾ എഫേർട്ട് എടുത്ത് ഡെയിലി ബ്ലഡ് ഷുഗർ ഒക്കെ ചെക്ക് ചെയ്ത് പിന്നെ ഒരു വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ 2 weeks ഒക്കെ കൂടുമ്പോൾ ഹോൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് ഹോൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതേ റിപ്പോർട്ടോടെ നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ ചിലരൊക്കെ ഇപ്പൊ റിസൾട്ട് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് എന്നൊക്കെ. പക്ഷെ ആബ്സല്യൂട്ട്ലി ട്രീറ്റ്മെന്റ് മെത്തേഡ് ഒന്നും ഇവിടെ നടത്തുന്നില്ല. ഇത് നമ്മൾ ന്യൂട്രീഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ന്യൂട്രീഷനിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം നമ്മുടെ ബോഡീനെ കാലോറി ഡെഫിസിറ്റ് വരുത്തിയിട്ട് നമ്മുടെ ബോഡീനെ ഓൾറെഡി നമ്മളുടെ ശരീരത്തിൽ ധാരാളം മൃതകോശങ്ങളുണ്ട്. കഴിഞ്ഞ 2-3 ക്ലാസ് മുന്നേ ഞാൻ സ്റ്റെം സെൽസിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ ശരീരത്തിൽ ധാരാളം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാ എന്താണ് നമ്മളുടെ മൂലകോശങ്ങൾ എന്ന് പറയും ബോൺ മാരോയിലും അതുപോലെ തന്നെ അംബിലിക്കൽ കോഡിലും അമ്നിയോട്ടിക് ഫ്ലൂയിഡിലും ഒരു കുഞ്ഞ് ശിശു ജനിക്കുമ്പോൾ ഉള്ള ഇതൊക്കെ ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അവരുടെ ഭാവിയിലേക്കുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അംബിലിക്കൽ കോഡും ബോൺ മാരോയും അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനങ്ങൾ ഇവിടെ ഇന്നുണ്ട്. അത് ജനറ്റിക് ആയിട്ടുള്ള കോശങ്ങൾ. അതുപോലെ തന്നെ സൊമാറ്റിക് സെൽസ്, അതായത് നമ്മുടെ മറ്റു അവയവങ്ങളുടെ കോശങ്ങൾ, ഹാർട്ട് സെൽസ്, ലിവർ സെൽസ്, എല്ലായിടത്തും നമ്മൾക്ക് ഇതുപോലെ തന്നെ സ്റ്റെം സെൽസ് ഉണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായ ഒരു ന്യൂട്രീഷൻ കൊടുത്താൽ മാത്രമേ ഈ ഉറങ്ങിക്കിടക്കുന്ന സ്റ്റെം സെൽസ് ഒക്കെ ആക്റ്റീവ് ആയിട്ട് അത് റിപ്പയർ വർക്ക്സ് ചെയ്യുകയുള്ളൂ. അപ്പൊ ആ റിപ്പയർ വർക്ക്സ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത ആൾക്കാരെല്ലാവരും റിസൾട്ട് പറയുമ്പോൾ അവർക്ക് എന്താണ് ഇന്ന പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷൻ കിട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ന്യൂട്രീഷൻ കൊടുത്ത് ബാഡ് കാലോറിയും ബാഡ് ന്യൂട്രിയൻസും ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സും എല്ലാം ഒഴിവാക്കി കൃത്യമായ വാട്ടർ ഇൻടേക്കും എല്ലാം നമ്മൾ പ്രോപ്പർ ആക്കുന്നതിനോടൊപ്പമാണ് നമ്മൾക്ക് ഈ പറയുന്ന നമ്മളുടെ ബോഡി ഒരു യു ടേൺ എടുത്ത് നമ്മൾ യൗവനത്തിലേക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിലേക്കും തിരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ August 1-ാം തീയതി നമ്മുടെ നെക്സ്റ്റ് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാരുടെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു, ഗുഡ് മോർണിംഗിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്താട്ടോ. അപ്പൊ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ മെഡിസിൻ ഫ്രീ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം, 7 വർഷം കഴിയുമ്പോഴേക്കും 3 ഇരട്ടിയാവും നമ്മുടെ ചികിത്സാ ചെലവ്. അപ്പൊ മെഡിസിൻ ഫ്രീ ആയ ഒരു ലൈഫ് നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം എന്ന് നമ്മൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങണം. അപ്പൊ എന്നിരുന്നാലും ഒരു കാര്യം കൂടി പറയാം, ചില അവസ്ഥകൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൈപ്പ് 1 ഡയബറ്റീസ്, അത് നമ്മുടെ കോശങ്ങൾ ഓൾറെഡി നശിച്ചു പോയിട്ടുള്ളതാണ്. ഇപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ഒരാള് മിക്കവാറും എപ്പോഴും നമ്മൾ മെഡിസിനിൽ ഇൻസുലിനിലോ ഡയബറ്റിക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാബ്ലറ്റിലോ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടിരുമ്പോൾ ഷുഗർ മാറും എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവരാൻ പാടില്ല. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ, അതായത് ഒബിസിറ്റി മൂലം ഉണ്ടായ ഡയബറ്റീസ് ആണെങ്കിൽ ഓഫ്കോഴ്സ് ഒബിസിറ്റി കുറഞ്ഞ് ഒരാൾ ഐഡിയൽ വെയിറ്റിൽ എത്തുമ്പോഴേക്കും അത് ക്ലിയർ ആയി പോകും. പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത് ബീറ്റാ സെൽസ്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഓൾറെഡി നശിച്ചു പോയ ഒരാളാണെങ്കിൽ പാൻക്രിയാസ് മാറ്റി വെക്കുക എന്ന് മാത്രമേ അതിന് സൊല്യൂഷൻ ഉള്ളൂ. പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത്ര ഇന്ത്യയിലായിട്ടില്ല, അതുകൊണ്ട് മറ്റു അഡ്വാൻസ്ഡ് കൺട്രീസിലൊക്കെ നടക്കുന്നുണ്ട്. അതേ ഒരു വഴിയുള്ളൂ, പാൻക്രിയാറ്റിക് ലിവർ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വഴിയുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരുന്നോ അല്ലെങ്കിൽ ഇൻസുലിനിലോ ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്ക് പോലും അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐഡിയൽ ഫുഡാണ് നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ന്യൂട്രീഷൻ ഷെയ്ക്കുന്ന രീതി. അപ്പോൾ എങ്ങനെ ഒരു മെഡിസിൻ ഫ്രീ ലൈഫിലേക്ക് ജീവിക്കാം എന്നാണ് നമ്മളുടെ എല്ലാവരും ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇപ്പൊ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ നമ്മൾ പറയും നമ്മളുടെ എന്താണ് കോച്ചസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഒരു ഷേക്ക് നമ്മള് ക്ലബിലാണെങ്കിൽ 250 ആണ് ഒരു ഷേക്കിന്റെ പ്രൈസ്. കാണാൻ നമ്മൾ 1550 രൂപയാണ് അതിന്റെ MRP റേറ്റ്. ഇതൊക്കെ കോച്ചസ് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പൊതുവിൽ ഒരു സാധാരണക്കാരൻ പെട്ടെന്ന് അത് ചിന്തിക്കുകയോ 250 രൂപയോ അല്ലെങ്കിൽ 1550 രൂപ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ഇത്ര നാള് നമ്മൾ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചിലവഴിച്ച രൂപ എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ബിക്കോസ് എന്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. ഒബിസിറ്റിയോടനുബന്ധിച്ച് യൂറിക് ആസിഡ് ആയിരുന്നു എന്റെ പ്രോബ്ലം. മറ്റു ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ അതിലേക്കൊന്നും ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല. 41 വയസ്സായിരുന്നു എന്റെ. ഇപ്പൊ എനിക്ക് 45 വയസ്സാണ് ഏജ്. അപ്പൊ 4 വർഷം മുന്നേ 41 വയസ്സുള്ളപ്പോൾ എനിക്ക് അതിലും ഒരു 4-5 വർഷം മുന്നേ യൂറിക് ആസിഡിനുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ ഹോമിയോ മെഡിസിൻസ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജർമ്മൻ മെഡിസിൻ ആയതുകൊണ്ട് വളരെയധികം അതിന്
പ്രൈസ്ഡ് ആയിരുന്നു. ഡോക്ടറിന്റെ ഫീസ് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിന്റെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു 3000 രൂപയോളം എനിക്ക് മന്ത്ലി ചെലവുണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ ചികിത്സകൾ വേറെ. അപ്പൊ ഇത് ഇല്ല, പിന്നെ കുട്ടിയുടെ ചികിത്സ ബിക്കോസ് എപ്പോഴും ബേക്കറിയും മറ്റു സാധനങ്ങളൊക്കെ ഓവറായിട്ട് കൺസ്യൂം ചെയ്തതുകൊണ്ട് തന്നെ എപ്പോഴും മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ്, അഡ്മിറ്റ് കേസ് അല്ലെങ്കിൽ വിസിറ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണ് 4 വർഷം മുന്നേ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ 3000 രൂപ എന്റെ ഒരു പേഴ്സണൽ മാത്രം പറയുകയാണെങ്കിൽ 3000 രൂപ 12 മാസം, ഒരു വർഷം ആകുമ്പോഴേക്കും 36,000 രൂപയായി. അതൊരു 4-5 വർഷം ആകുമ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയായി. അപ്പൊ അത്രയും എല്ലാം നമ്മളുടെ മെഡിസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് അത് നമ്മളുടെ ഇൻ ടേംസ് ഓഫ് ഫുഡിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും എന്തുകൊണ്ട് ഞാൻ ഈ 36,000 രൂപ ഒരു വർഷം മുടക്കിയത് നമ്മളൊരു ഒന്ന് ട്രിം ഡൗൺ ചെയ്ത് അതൊരു കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാം എന്ന് കണ്ടതോടെയാണ് ഞാനും ഹസ്ബൻഡിന്റെ ഒപ്പം തന്നെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഹാപ്പി ആയിട്ട് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ അതിന് ഞാൻ ചെറുതായിട്ട് വേറൊരു ഞാനത് മനസ്സിലാക്കിയ അതിന് ചെറിയൊരു ഇപ്പൊ നമ്മളുടെ എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന ഒബിസിറ്റിയിലേക്ക് എത്തി. ഇപ്പൊ ഞാൻ രാവിലെ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ഫാദർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഹിപ്പോക്രറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് ബി ദൈ മെഡിസിൻ. നിങ്ങളുടെ മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കട്ടെ. അപ്പൊ 420 BC അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മരുന്ന് മെഡിസിൻ എന്ന് പറയുന്ന പാരസിറ്റമോൾ മുതൽ ആന്റിബയോട്ടിക്സ് വരെയുള്ള സാധനങ്ങൾ 19ാം നൂറ്റാണ്ടിലാണ് നമ്മളുടെ കയ്യിലേക്ക് എത്തി. അപ്പൊ അതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെല്ലാം ഒന്നും ഈ പറയുന്ന മെഡിസിൻ അല്ല അവര് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് അല്ല അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നലെ നമുക്ക് ക്ലാസ് എടുത്ത് നമ്മുടെ കോച്ച് നമുക്ക് പറഞ്ഞായിരുന്നു ഓരോ ജംഗ്ഷനിലും 4-5 മെഡിക്കൽ ഷോപ്സ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനടുത്ത് തന്നെ അതിന് ഈക്വലന്റ് ആയിട്ട് തന്നെ ധാരാളം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും ബേക്കറിയും ഒക്കെ അടങ്ങിയ കടകളും. ഇപ്പൊ എന്റെ കോച്ച് എന്നോട് പറയാറുണ്ട് നമ്മളുടെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ബേക്കറി ഐറ്റംസിന്റെ ഒരു ടിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സൈഡിൽ തന്നെ ഒരു മെഡിസിന്റെ ബോക്സും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആഹാര രീതി തെറ്റായിരുന്നു. അതാണ് എന്റെ കോച്ച് എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നത്. അപ്പൊ ലെറ്റ് ഫുഡ് ബി ദൈ മെഡിസിൻ അല്ലെങ്കിൽ യുവർ മെഡിസിൻ ആൻഡ് മെഡിസിൻ ബി ദൈ ഫുഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആഹാരം എന്ന് പറയുന്നതായിരിക്കണം നിങ്ങളുടെ മെഡിസിൻ. അപ്പൊ ആ ഒരു ഉദ്യമത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെറിയൊരു രസകരമായ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ ഒരു സംഭവം കൂടി പറയാം. നമ്മൾ ഈ എക്സ്പെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിൽ വേണം ചിന്തിക്കാനായിട്ട്. അതായത് ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്റ്റിൽ നമ്മളുടെ എക്സ്പെൻസ് ഇപ്പൊ നമ്മളെല്ലാവരും ഒബീസിറ്റി പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നേ ഞങ്ങളുടെ ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ്. അപ്പൊ നമ്മളുടെ ഞാനും എന്റെ നെയ്ബറും താമസിക്കുന്ന എന്റെ ബോർഡറിൽ നമ്മൾക്ക് ഒരു തെങ്ങിൻ തൈ വാങ്ങി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല, അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും അല്ല, അദ്ദേഹത്തിന്റെ ഫാദർ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങി വെച്ചതാണ്. അപ്പൊ അതൊന്ന് മാറ്റി നടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അത് അവിടെ തന്നെ നിന്ന് മുളച്ചങ്ങ് വലുതായി പോയി. അപ്പൊ കുറെ നാളേറെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2 നെയ്ബേഴ്സിനും ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായപ്പോഴേക്കും അത് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അന്ന് എന്റെ ഫാദറിലോ അല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛൻ അത് ആ തെങ്ങിൻ തൈ വാങ്ങിച്ചതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 രൂപയ്ക്കാണ് അത് വാങ്ങിച്ചത്. 150 രൂപയ്ക്കാണ് ആ തെങ്ങിൻ തൈ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചത്. അത് 5-6 വർഷം അതവിടെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മളത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ട്രിം ചെയ്ത് കട്ട് ചെയ്തിട്ട് അവരതങ്ങ് പോയി. അപ്പൊ ഈ 150 രൂപ എന്ന് പറഞ്ഞത് എന്റെ മനസ്സിൽ ഓർമ്മിക്കാൻ കാരണം ബിക്കോസ് ആ തന്ന ഫാംകാർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വർഷം കഴിഞ്ഞിട്ട് ഇത് കായ്ച്ചില്ലെങ്കിൽ നിങ്ങൾ ആ റെസീറ്റ് കൊണ്ടുവന്നാൽ ആ 150 രൂപ റീഫണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 150 രൂപ എന്ന് പറഞ്ഞ വാല്യൂ എന്റെ മനസ്സിൽ കിടന്നത്. അതങ്ങ് പോയി. അത് കഴിഞ്ഞാൽ 6 വർഷമൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഈ അടുത്താണ് ഇത് കട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നത്. കട്ട് ചെയ്തപ്പോഴേക്കും കട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നു. അവർ കട്ട് ചെയ്തിട്ട് 2500 രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോയി. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് 2500 രൂപയും വാങ്ങിച്ചിട്ട് പോയി. അപ്പൊ തൊട്ടടുത്ത് നമ്മുടെ നെയ്ബർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എക്സ് സർവീസ് റിട്ടയർഡ് മെമ്പർ ആണ്, എക്സ് സർവീസ്മെൻ. അപ്പൊ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുന്നത് പോലെയല്ല പട്ടാളക്കാർ ചിന്തിക്കുന്നത്. പട്ടാളക്കാർ ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് കടന്ന് ചിന്തിക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹം നമ്മളെ കളിയാക്കി, മഞ്ജു നിങ്ങൾ 150 രൂപ മുടക്കിയാണ് ആ തെങ്ങ് വാങ്ങി വെച്ചത്, നോക്കി ഇപ്പൊ 2500 രൂപ ചെലവായി അത് കട്ട് ചെയ്ത് കളയാൻ. വെറുതെ ഒരു ഉപയോഗമില്ലാത്ത സാധനം കട്ട് ചെയ്ത് കളയാനായിട്ട് 2500 രൂപ ചെലവായി. പക്ഷെ ആ 2500 രൂപ എന്ന് പറയുന്നത് അതൊരു നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ബിക്കോസ് ആ തെങ്ങ് മറിഞ്ഞു വീണാൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മറിഞ്ഞു വീണാൽ ഉണ്ടാകാവുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു നാശനഷ്ടം. ചിലപ്പോൾ ഒരു ജീവനായിരിക്കും അപകടത്തിൽപ്പെടാൻ പോകുന്നത്. അല്ലെങ്കിൽ 2 വീടുകളുടെ ഇടയ്ക്ക് ആയതുകൊണ്ട് വീട് തന്നെയായിരിക്കും അപകടത്തിൽപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, അതിന്റെ ഒരു ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് കളയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ വരുമ്പോഴും നമ്മൾ ഇന്നിപ്പോ നമ്മളിപ്പോ ഈ പറയുന്ന ഒരു ഒബിസിറ്റിയിലേക്ക് എത്താനായിട്ട് നമ്മൾ എത്ര പൈസ നമ്മൾ ചെലവാക്കി എന്ന് ചോദിച്ചാലും നമുക്ക് അതിന് ഉത്തരം ഉണ്ടാവില്ല.
ബിക്കോസ് നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഒബിസിറ്റിയിലേക്ക് എത്തിച്ചത്. ഇല്ല, ഞാൻ പറയുന്നത് ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് നമ്മൾ ഓരോ ബിരിയാണി കഴിക്കുമ്പോഴും, നമ്മളൊരു സദ്യ കഴിക്കുമ്പോഴും, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിനും എല്ലാം നമ്മൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ഒബിസിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചത്. പക്ഷെ ആ എത്തിയ ഒബിസിറ്റി നമ്മൾ ഈ പറഞ്ഞ ആ 150 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നപ്പോ ഈ 2500 രൂപയ്ക്കാണ് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ആ 2500 രൂപ ഞാൻ അവിടെ കളഞ്ഞപ്പോഴേക്കും വലിയൊരു വിപത്താണ് നമുക്ക് ഒഴിവായി കിട്ടിയത്. ബിക്കോസ് 2500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയിട്ട് തേങ്ങ വാങ്ങിയാലും നമുക്ക് കഴിക്കാം. ബിക്കോസ് ആ തെങ്ങ് ഉണ്ടായിട്ട് വേണ്ട നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് തേങ്ങ ലഭിക്കാനും സർവൈവ് ചെയ്യാനും. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ. അപ്പൊ ആ ഒരു എക്സ് സർവീസ് മെൻ പറഞ്ഞപ്പോ എനിക്ക് ആ ഇതാണ് മനസ്സിലായത്. ശരിയാണല്ലോ, നമ്മുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ വരുമ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ. നമ്മൾ ആദ്യം തന്നെ എപ്പോഴും എല്ലാവരും അയ്യോ ഇത് ഒത്തിരി പൈസയാണല്ലോ എന്ന് പറയും. പക്ഷെ അതിന്റെ ഒരു ദൂരവ്യാപക ബെനിഫിറ്റ്സ്, അതായത് നമ്മളിപ്പോ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ ഇന്നിപ്പോ 1550 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 10,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഒരു 20,000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ ഭാവിയിലേക്ക് നമ്മുടെ മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ക്രൈസിസിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രോമയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒരു നിരന്തരമായുള്ള ഒരു ഇതിലേക്ക് പോകുന്ന ഒരു വിഷമഘട്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിന്നാണ് നമ്മളെല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ ഒരു ഇതില് എനിക്ക് എന്നെയും ഫാമിലിയും ഹെൽത്തിലേക്ക് എത്തിക്കാനായിട്ട് സാഹചര്യം ഒരുക്കിയ എന്റെ പ്രിയപ്പെട്ട കോച്ചസ് ജെസ്സി മനോജ് മാഡം, ജ്യോതിബ സാർ ആൻഡ് പിന്നി മാഡം, സലു മാഡം ആൻഡ് പ്രദീപ് സാർ, സജീവ് സാർ ആൻഡ് രവീണ മാഡം, ആൻഡ് സിസ്റ്റം ലീഡർ രാജ്കുമാർ സാർ ആൻഡ് കവിത മാഡമിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ കാണാനും ഇതെല്ലാം കേട്ടിരിക്കാനും ക്ഷമ കാണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് അധികം നാളായിട്ടില്ലാതെ നല്ല ഹെൽത്ത് റിസൾട്ട്സ് എടുത്ത 1-2 പേർക്ക് റിസൾട്ട് പറയാം. കൂടുതൽ കാലമായിട്ടും റിസൾട്ട് എടുത്തല്ലേ ന്യൂട്രീഷൻ എന്ന രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്കും ഇന്ന് റിസൾട്ട് ഷെയർ ചെയ്യാം. ആദ്യം കുറച്ച് നാൾ കൊണ്ട് റിസൾട്ട് എടുത്ത 1-2 പേർക്ക് റിസൾട്ട് ഷെയർ ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ഒരു മാസമായിട്ട് ഇത് പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ, ഞാൻ കുടിക്കമുട്ടയിലെ സ്ട്രീം ന്യൂട്രീഷൻ സെന്ററിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എന്റെ പേര് ശ്രീജാനാണ്, വയസ്സ് 48. ഞാൻ ഈ സെന്ററിൽ വരാൻ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞ്, ഇനി ആഗസ്റ്റ് 12 എത്തിക്കഴിഞ്ഞാല് 2 മാസമാവും. അപ്പൊ ഇന്ന് ഞാൻ ഐഡിയൽ വെയിറ്റിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാനിടയായത്. പിന്നെ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് കാല് നല്ല വേദനയായിരിക്കും. അത് ലെവലാകണ്ടെങ്കിൽ കുറച്ച് നടന്ന് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലേ അത് വേദനയെല്ലാം മാറി ശരിയോ. അതുപോലെ കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ കുറെ നടക്കണം, എന്നാലേ വേദനയെല്ലാം മാറും. അതുപോലെ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ നല്ല കിതപ്പുണ്ടാവും. അപ്പൊ അതൊക്കെ ഇത് കഴിച്ചതിന് ശേഷം നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വേറെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, രാവിലെ ഉള്ള ഹാലാന്ന് പറയുന്ന ഫിറ്റ് അവർ ഏസ് ഹാലില്ലേ, അത് ഭയങ്കരമായി എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഈ വെയിറ്റ് ഇത്ര പെട്ടെന്ന് കുറക്കാൻ ഒരു വലിയ ഇതായി തീർന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ കോച്ചിങ് സെന്ററിൽ വന്നിട്ട് കോച്ച് എന്നെ സഹായിച്ച റസീന മാഡത്തിനും പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള റിസൾട്ടുകളും ഞാൻ ഇനി ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെയുള്ള ദിവസം. ഓക്കെ, താങ്ക് യു മാഡം. എന്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ കുറുപ്പമ്പടി സെന്ററിൽ നിന്നാണ് അയക്കണേ. എന്റെ കോച്ച് വിനോദ് ആണ്. എനിക്ക് ഇവിടെ സെന്ററിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഷുഗർ 360-65 അടുത്തോളം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഷുഗർ 110, 111 അങ്ങനെ രീതിയിലാവുള്ളൂ. പിന്നെ എന്റെ വെയിറ്റ് എനിക്കൊരു 4-4.5 കിലോന്റെ അടുത്തോളം വെയിറ്റ് എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ തന്നെ എനിക്ക് നല്ലൊരു മാറ്റവും നല്ലൊരു മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നല്ല രീതിയിൽ തന്നെ പോകണമെന്നും ആണ് നമുക്ക് ആഗ്രഹം. എത്ര കിലോ ഇനി വെയിറ്റ് കുറയ്ക്കാനുണ്ട് ഏകദേശം? എനിക്ക് 22. ഓക്കെ. പക്ഷെ ഈ 4.5 കിലോ വെയിറ്റ് കുറച്ചപ്പോൾ തന്നെ ഷുഗർ ഏകദേശം നോർമൽ ആയിട്ടുണ്ട് അല്ലെ? നോർമലായി. എത്ര നാളായിട്ടുണ്ടാവും ഷുഗർ സ്റ്റാർട്ട് ചെയ്തിട്ട്? എത്ര നാളായിട്ടുണ്ടാവും ഇതിന്റെ മെഡിസിൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? എത്ര നാളായിട്ടുണ്ടാവും?
ഞാന് ഇപ്പോ എനിക്കൊരു 5-6 കൊല്ലം ആയിട്ടുള്ളൂ. ഇപ്പൊ ഈ നല്ലപോലെ ആഹാരം വലിച്ചു വാരി മധുരമൊക്കെ വെച്ചാൽ എനിക്ക് കണ്ടമാനം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പിന്നെ ചോറൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഞാൻ കഴിക്കും. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ അങ്ങനെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നുണ്ടോ മധുരം കഴിക്കാൻ? ഇല്ല. വീട്ടില് ചോറ് വെക്കുന്നത് ഉച്ചയ്ക്ക് മാത്രം. ഞങ്ങൾക്ക് ഞാനും ഹസ്ബൻഡും മാത്രം ഒരു ലേശം ചോറ് വെക്കുള്ളൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ മാം ഉദ്ദേശിച്ചത് എന്താണെന്ന് മാമിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഗുഡ് ന്യൂട്രീഷൻ, അതെ, നമ്മൾക്ക് എങ്ങനെയാണ് ഇപ്പൊ പുറത്തുള്ള, ഇപ്പൊ എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, പുറത്തുള്ള ആൾക്കാരൊക്കെ എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതെന്തോ സിമെന്റ് പോലെ അത് വയറിൽ പോയിട്ട് സെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വിശക്കാത്തത്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ ഗുഡ് ന്യൂട്രീഷൻ, നമ്മുടെ കോശങ്ങൾക്ക് വേണ്ട ഡെയിലി ന്യൂട്രീഷൻ നമ്മൾ ഡെയിലി കോശങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും കോശങ്ങൾ പിന്നെ വേറെ ഒന്നും നമ്മളോട് ചോദിക്കത്തില്ല, നമ്മുടെ ശരീരം. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാത്തപ്പോ ശരീരം ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, തായോ എന്ന് ആവശ്യപ്പെട്ടിരിക്കും. ശരീരം ആവശ്യപ്പെടുന്നത് വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഗുഡ് ഫാറ്റും ഒക്കെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. അതെ, ഇവ പറഞ്ഞ മധുരമുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ധാരാളം ചോറും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പൊ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിൽ നിന്ന് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക്. ഓരോ ദിവസം ചെല്ലുമ്പോഴും നമുക്ക് ഏജ് കൂടിയല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ബാഡ് ന്യൂട്രീഷൻ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ശരീരത്തിന്, ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീനിയർ കോച്ചസ് പറയാറുണ്ട്, പെട്രോൾ ഒഴിച്ച് ഓടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു BMW കാർ ഉണ്ട്. നമ്മൾ ഒരു കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു BMW കാർ നമ്മുടെ കയ്യിലുള്ളപ്പോ നമ്മൾ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾ അതിനകത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞു ഇല്ലേ? അതുപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ കോച്ചസ് ഇപ്പൊ നമ്മൾക്ക് അത് കറക്റ്റ് ചെയ്താണ് നമുക്കിപ്പോ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. അടുത്ത ഒരാളും കൂടെ. റഷ്യൻ തീരത്താണുള്ള ഭൂചലനം, സുനാമി റഷ്യൻ ഏരിയയില്. ഗുഡ് മോർണിംഗ് മാം, ഞാൻ തുഷാര, ഞാൻ നീലേശ്വരം ഹെൽത്ത് സെന്ററിൽ നിന്നാണ്, അല്ല നീലേശ്വരം ന്യൂട്രീഷൻ സെന്ററിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ കോച്ച് ശരണ്യ ടീച്ചറാണ്. അപ്പം ഞാൻ ഒരു മാസമായിട്ട് ഈ ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഷുഗർ ഹൈ ലെവലായിരുന്നു. ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ 200 സംതിങ്, അങ്ങനെ 250, 200 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ ഷുഗർ ലെവൽ 76. പറഞ്ഞോളൂ മാഡം. മ്യൂട്ട് ആയി പോയി. മ്യൂട്ട് ബട്ടൺ എടുത്തു. മൈക്ക് ഓഫ്. മ്യൂട്ടാണ് മാഡം. തുഷാര മാഡം മൈക്ക് ഓഫ് ആയി പോയി. കേൾക്കുന്നുണ്ടോ? അവിടെ ആരെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ എന്റെ ഷുഗർ ലെവൽ നോർമൽ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ബ്ലഡ് റിസൾട്ട് എടുത്തു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഷുഗറിന്റെ ഗുളിക നിർത്തിക്കോളാൻ പറഞ്ഞു. 2 ആഴ്ചത്തേക്ക് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പം പിന്നെ 2 ആഴ്ചത്തേക്ക് നിർത്തി. ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോഴും HbA1cയും ക്രിയാറ്റിനും ഒക്കെ നോർമലാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഷുഗറിന്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞു. അതല്ല, ഷുഗർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എത്ര നാളായി? ഇത് ഒരു 4-5 വർഷം, ഒരു 10 വർഷമായി ഷുഗർ ഉണ്ട്. ഓക്കെ, മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് 70 to 110 ആണ് നോർമൽ എന്ന് പറയുന്നത്, ഇപ്പൊ 76 ആണ് പറയുന്നത്, അങ്ങനെ ഒരു നോർമൽ ലെവലിലേക്ക് എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായില്ല. ചിലപ്പം കുറയും, ചിലപ്പോൾ നല്ലോണം കുറയും ഗുളിക എടുക്കുമ്പം. പക്ഷെ എന്നാലും അന്നപ്പോ ഞാൻ നല്ലോണം മധുരം കഴിക്കുമ്പോ അന്നേരം ഷുഗർ ലെവൽ കൂടും. അപ്പം പിന്നെ ഷുഗർ ഒരു കൺട്രോളിലല്ലാത്ത, ഭക്ഷണ രീതി കൺട്രോളിലല്ലായിരുന്നു. പിന്നെ ഭക്ഷണ രീതി കൺട്രോളായി ഫുഡ് എടുക്കുകയും ചെയ്തപ്പോ ഷുഗർ ലെവൽ കൺട്രോളായി. ഓക്കെ മാഡം, ഓക്കെ. അപ്പൊ നേരത്തെ ഇപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് മാഡത്തിനും അനുഭവം ഉണ്ടാവും, അതുപോലെ തന്നെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നേരത്തെ തന്നെ അനുഭവം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മെഡിസിൻ ഒക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഷുഗർ
തീരെ അങ്ങ് ഡൗൺ ആയി പോകും, കുറഞ്ഞു പോകുന്നു. ഹൈപ്പോഗ്ലൈസീമിക് എന്നൊരു കണ്ടീഷനിലേക്ക് വരും. ബിക്കോസ് നമ്മുടെ ബോഡിയല്ല അത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത ഇൻസുലിനോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച മെഡിസിനോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പഞ്ചർ ഒട്ടിച്ചു വിട്ട പോലെ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണത് അല്ലെ. നമ്മളൊരു ഞാൻ മോനെ വയറ്റിലുള്ളപ്പോ ഒരു വർഷം ഞാൻ ഇൻസുലിൻ തന്നെ എടുത്തിട്ടില്ലായിരുന്നു. ഇൻസുലിൻ തന്നെയായിരുന്നു. മോനെ പ്രസവിക്കുന്നതിന്റെ തലേന്ന് വരെ ഇൻസുലിൻ എടുത്തുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാലും ഷുഗർ കംപ്ലീറ്റ് പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞാലും ഭക്ഷണത്തിൽ കൺട്രോൾ വരാണ്ടായാലോ ആദ്യം ഷുഗർ വന്നു. പിന്നെ ഇപ്പൊ നോർമലായി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ് റിസൾട്ട് ആണ് മാഡം. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡാണ്. ആ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് കഴിച്ച് നമ്മൾ കാലോറി മാനേജ് ചെയ്തു. ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾക്ക് സപ്പോർട്ട് വേണ്ടെന്ന് തീർച്ചയായിട്ടും എപ്പോഴും നമ്മളൊരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനും കൂടെ ഇരിക്കണം. ഇപ്പൊ നമ്മൾ വെൽനസ് കോച്ചിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എന്താണ് ആ ഒരു മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ഇപ്പൊ ചിലർക്കൊക്കെ വെൽനസ് ഫീൽഡിലേക്ക് വന്നുമ്പോ വളരെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ തിരിച്ച് എന്താണ് ഒരു ഡോക്ടറെ സമീപിച്ചാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മോഡേൺ മെഡിസിനെ ഒന്നും തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ജീവിക്കാൻ പറ്റില്ല. ഒരു നിർബന്ധിത ഘട്ടത്തിൽ നമുക്ക് ഒരു ഡോക്ടറെ കാണേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണുക തന്നെ വേണം, ഇല്ലേ? അപ്പൊ ചിലർക്ക് തെറ്റിദ്ധാരണ. അതെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ നിരന്തരം മോണിറ്ററിംഗിലായിരിക്കണം നമ്മുടെ. ഇപ്പൊ മാം ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും തീരെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ കോച്ചസ് പറഞ്ഞിട്ടുണ്ടാവും നിർബന്ധമായിട്ട് കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണം എന്നില്ലേ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് റൈസ് എടുക്കാൻ പറഞ്ഞു, നല്ലോണം പച്ചക്കറികളും സലാഡും എല്ലാം എടുക്കാൻ പറഞ്ഞു. പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ് അതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. തണ്ണിമത്തനൊക്കെ ഒഴിവാക്കി, ഏത്തപ്പഴമൊക്കെ ഒഴിവാക്കാൻ പോകും. ബിക്കോസ് അതൊക്കെ താങ്ക് യു, എക്സലന്റ് റിസൾട്ട് ആണ്. കംപ്ലീറ്റ് റിസൾട്ട് എടുക്കുന്നവരെ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മളുടെ അടുത്ത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് ആയതുകൊണ്ട് തന്നെയാണ് കോച്ചസ് അങ്ങനെയൊക്കെ ചില ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കുറെ സീരിയസ് ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കഴിക്കുന്നത് പോലെയല്ല ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഓൾറെഡി ബ്ലഡ് വാല്യൂസ് ഒക്കെ ഓൾട്ടർ ചെയ്തിട്ടുള്ള ഒരാൾ കഴിക്കുമ്പോഴേക്കും അവരുടെ കിഡ്നീസും ലിവറൊക്കെ അതിനെ നേരെയാക്കി കൊണ്ടുവരാൻ കുറെ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ഫിഷ് ഒക്കെ കഴിക്കുമ്പോൾ അതിനകത്തൊക്കെ ധാരാളം ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ഈസ്ട്രോജൻ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് ചിക്കനൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊന്നും ഈ ഹെൽത്തിലിരിക്കുന്ന ഒരാളുടെ ബോഡി പ്രോസസ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അങ്ങനെ ഒഴിവാക്കാം. പറഞ്ഞോളൂ സർ. ഗുഡ് മോർണിംഗ് സർ, പറഞ്ഞോളൂ. ഞാൻ കണ്ണൂർ ജില്ലയിൽ 3 പേര് എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ എന്റെ പേര് മധുസൂദനൻ. എനിക്ക് വയസ്സ് 73. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോ 18 ദിവസമായി ഞാനിപ്പം ഈ ചെയ്തത്. പിന്നെ ഇപ്പൊ വാക്കുകളിൽ കുറച്ച് പ്രയാസം ഉണ്ട്. പെട്ടെന്ന് ഓർമ്മശക്തി കുറച്ച് കുറവാണ്, പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പൊ ഇവര് പറഞ്ഞത് മാതിരി രാവിലെ വന്നിട്ട് ഇവിടുത്തെ നമ്മൾ ഈ ക്ലബിലാണ് വരുന്നത്. അപ്പം ഈ പിന്നെ ജ്യൂസും കഴിക്കുന്നുണ്ട്. അതെ, ആയിക്കോട്ടെ, ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോ പിന്നീട് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഷറുണ്ട്. പ്രഷറ് ഒരു ഓവറല്ല, 120/80 ഇപ്പം ശരിയായിരിക്കുന്നത്. ഗുളിക കഴിക്കുന്നുണ്ട് രാവിലെ. ഇപ്പൊ ഇത്ര ദിവസം കൊണ്ട് എന്തൊക്കെ ഒരു നല്ലൊരു എന്താണ് തോന്നുന്നത് ശരീരത്തിന് മൊത്തത്തിലൊരു അവസ്ഥ? കുഴപ്പമില്ല, ഒരു എന്താ പറയണ്ടേ, ഒരു എനർജി ഉണ്ട്. ഓക്കെ. അതെ. അപ്പോ പിന്നെ വേറെ എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം നമ്മളിപ്പം ഒരു 2-3 ദിവസം ഇത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യാത്രയിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഉള്ള പോലെ ആവൂല. അപ്പൊ അതിനുള്ള ഈ ഫുഡ് പിന്നെ നേരം നമുക്കിത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഒരു ഇതില്. പിന്നെ വീണ്ടും വന്നിട്ട് കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇല്ല, ശരിക്കും പറഞ്ഞാല് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കമ്പാനിയൻ നമ്മുടെ ന്യൂട്രീഷൻ ഫുഡാണ്. ഞാൻ എന്റെ ഒരു പേഴ്സണൽ സജഷൻ, ട്രാവൽ ചെയ്യുമ്പോഴേക്കും അവിടെ ക്ലബില് മാഡത്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു സെറ്റ് നമ്മൾ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇപ്പൊ നമ്മള് ഹോട്ടൽസിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോ
ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ കസിൻ സിസ്റ്റർ അവളുടെ ഉദ്യോഗത്തിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിൽ പോയി. അപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫ്രാൻസിലേക്ക് പോയത്. അപ്പൊ ഞാൻ അപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് ആള്, പ്രൊഫസറൊക്കെയാണ്. പക്ഷെ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ ഇതൊരു പൊടി, എന്തോ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു പൊടി എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രാൻസിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒരു ടിന്ന് വീതം, ഒരു ഫോർമുല 1, ഒരു ഷേക്ക് മേറ്റ്, ഒരു അഫ്രഷ്, ഒരു ചെറിയൊരു പ്രോട്ടീൻ പൗഡർ ഇത് കയ്യിൽ കരുതിക്കോളൂ. 10 ഡേയ്സിനാണ് പോയത് ഫ്രാൻസിലേക്ക്. ഒന്ന് കയ്യിൽ കരുതിക്കോളൂ. ഒരു ഷേക്കർ ബോട്ടിൽ എടുത്തിന്റെ വെള്ളം, ഏത് നാട്ടിലും വെള്ളം കിട്ടും. അപ്പൊ 2 ഫുഡ് നമുക്ക് അതിൽ കവർ ആവും. നമുക്ക് 2 നേരത്തിനുള്ള എക്സ്പെൻസ് നമുക്ക് അതിൽ കവർ ആവും. നമ്മൾ ഇന്ത്യയിൽ ഈ ഫുഡ് വാങ്ങിച്ചു, നമ്മൾ ആകെ ഇത്ര പൈസ നമ്മൾ മുടക്കിയിട്ടുള്ളൂ. ഫ്രാൻസിൽ പോയിട്ട് വേറെ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇരട്ടി പൈസയും. അപ്പൊ നമ്മള് പുറത്തിറങ്ങി നമ്മൾ മറ്റൊരു ഫുഡ് കഴിക്കുമ്പോഴേക്കും, നമുക്ക് ഹോട്ടൽ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും നമുക്ക് അതുപോലെയുള്ള ഒരു ബാഡ് കാലറിയും, ഇപ്പൊ നമുക്ക് ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിലൊക്കെ നമുക്ക് അവര് എന്താണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നുമല്ല ചേർക്കുന്നത്. അവര് ഈ പറഞ്ഞ പോലെ തന്നെ ഡാൽഡയും വനസ്പതിയും പാം ഓയിലും ഒക്കെ ചേർത്തിട്ട് ബാഡ് കാലറി, നമ്മുടെ ശരീരത്തിന് ഒന്നും കൂടെ ദോഷകരമായിട്ട് വരുന്ന ഓയിലൊക്കെയാണ് അവര് ചെയ്യുന്നത്. ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇത്രയും ദിവസം എടുത്ത റിസൾട്ട് നമുക്ക് തിരിച്ച് റിവേഴ്സ് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ കസിനോട് പറഞ്ഞെങ്കിലും പുള്ളിക്കാരത്തേക്ക് ഇതുപോലെ മനസ്സിലായില്ല. ഫുഡ് എടുക്കാതെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും, ഫ്രാൻസിൽ ചെന്നപ്പോഴേക്കും അവിടെ നമ്മുടെ ഫുഡായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ. 10 പട്ടിണിയായിരുന്നു. 10 ദിവസം പട്ടിണിയായിട്ട് തിരിച്ചു പോകുന്നു. അതേസമയം നമുക്ക് ന്യൂട്രീഷൻ ഫുഡ് കയ്യിൽ കരുതിയിരുന്നെങ്കിൽ ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ മതി. കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിലധികം ഉണ്ട് അതിനകത്ത്. 2 നേരം ഒരു നേരം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഹെൽത്തി ആയിട്ട് ആൾക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ സാറിനോട് എനിക്കുള്ള ഒരു പേഴ്സണൽ സജഷൻ, പറ്റുമെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ ഷേക്ക് കട്ട് ചെയ്യാതെ ആ ഷേക്ക് നമ്മൾ പോകുക. ഒരു ഷേക്കർ ബോട്ടിൽ കൈ കരുതിയാൽ മതി. നമുക്ക് സമയം പോലും ആരോടും അനുവാദം പോലും ചോദിക്കണ്ട. നമുക്ക് നമുക്ക് കഴിക്കാം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ മകള് ന്യൂട്രീഷൻ ഷേക്കാണ് കഴിക്കുന്നത് രാവിലെ. അപ്പൊ ഒരു ദിവസം രാവിലെ ഇവിടെ നിന്ന് ഇതുപോലെ സ്കൂളിലേക്ക് ധൃതി പിടിച്ച് രാവിലെ ഇറങ്ങിപ്പോയപ്പോഴേക്കും ഡൈനോ ഷേക്കാണ് നമ്മൾ രാവിലെ ധൃതി പിടിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി, കഴിച്ചില്ല. അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാണ്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ഒരു സ്റ്റീൽ ബോട്ടിലുണ്ടല്ലോ, നമ്മള് ഈ ഫ്ലാസ്ക് പോലത്തെ, അതിനകത്തേക്ക് ഡൈനോ, അപ്പൊ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ, സ്കൂൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അടുത്താണ്. ആ 1 കിലോമീറ്റർ ദൂരത്തായതുകൊണ്ട് നമുക്ക് ഇത് ഷേക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കൊടുക്കാം. ഞാനൊരു സ്റ്റീലിന്റെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റീലിന്റെ സോക്കോൾഡ് ഫ്ലാസ്ക് പോലെയുള്ള ഇതിനകത്തേക്ക് ഒരു ഷേക്ക് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഹസ്ബൻഡിൽ കൊടുത്തു വിട്ടു. ഹസ്ബൻഡ് അത് സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിൽ ചെന്നിട്ട് പ്യൂണിന്റെ അടുത്ത് അത് കൊടുത്തിട്ട് ഇതൊന്ന് ഇന്ന ക്ലാസ്സിൽ ഇന്നാളുടെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞു, കൊടുത്തു. അപ്പൊ എന്താണ്, വേറെ ആരും അറിയുന്നില്ല. കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്കൂളിൽ ഇരുന്ന് കഴിച്ചത്. തുറക്കുന്നത് കണ്ടാല് ചിലപ്പോൾ ഒരു കുപ്പിയായിട്ടേ തോന്നുള്ളൂ, അതിനകത്ത് വെള്ളം വന്നേ തോന്നുള്ളൂ. അപ്പൊ അതേസമയം ഞാൻ നേരത്തെയുള്ള ഞങ്ങളുടെ ഒരു ആഹാര രീതിയിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലിയോ കടലയോ ദോശയോ ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടേണ്ടി വരും. അപ്പൊ ടീച്ചേഴ്സിന്റെ വഴക്കം കേൾക്കും, ഇതെന്താ കഴിച്ചില്ലാന്ന്, അമ്മയും ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കും. ഇപ്പൊ ഇതുപോലെ ഒരു മോർണിംഗ് എഡ്യൂക്കേഷൻ എന്തോ എടുക്കുന്ന സമയത്തായിരുന്നു ഞാനും ഒരു പോയത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴും അവർ ഇതുപോലെ തന്നെ എന്നെ കാണാതെയാണ് അവർ 2 ഹസ്ബൻഡും മോളും കൂടിയാണ് പോയത് ഒരുമിച്ച്. അപ്പൊ നേരത്തെ ആദ്യം മോൾ ഒറ്റയ്ക്ക് സൈക്കിൾ ചോട്ടി പോകുമ്പോഴേക്കും ധൃതി വെച്ച് അങ്ങ് ഇറങ്ങിപ്പോയതാ. അപ്പൊ നമുക്ക് നമ്മുടെ പാക്ക് ചെയ്ത് നമുക്ക് കൊടുത്തു വിടാൻ പറ്റി. അപ്പൊ അതൊക്കെ വളരെ മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ വളരെയധികം ബെനിഫിഷ്യൽ. അപ്പൊ ഞാൻ എന്നൊരു അമ്മയുടെ ടെൻഷൻ ഒരു 100% അവിടെ കട്ടായി. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ടെൻഷൻ അടിക്കാം. ഏതൊരു അമ്മമാർക്കും മക്കള് രാവിലെ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ വളരെ ടെൻഷനാണ് അല്ലെ. അപ്പൊ ആ ഒരു ആഹാരത്തിന്റെ ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ഫ്രീ ആയി കിട്ടി. അപ്പൊ ഇത് അങ്ങ് കൊടുത്തു വിട്ടപ്പോഴേക്കും മോളൊക്കെ മനസ്സിലായി, ഇത് തണുത്ത് കിട്ടിയാണ്ട് മോൾക്ക് മനസ്സിലായി ഷേക്കാണ്. സമാധാനമായിട്ട് സ്കൂളിൽ ഇരുന്നത് കഴിച്ചു. അപ്പൊ അതുപോലെ തന്നെ സാറിനോടുള്ള പേഴ്സണൽ സജഷൻ ആണ്, കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഓക്കെ ഓക്കെ, താങ്ക് യു. ആരെങ്കിലും റിസൾട്ട് ഒരാളും കൂടെ ഷെയർ ചെയ്യാം? നമുക്ക് ഒരു മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ടൈം ഏകദേശം നമ്മളുടെ ടൈം ആയിരിക്കുന്നു. അപ്പോൾ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്, ന്യൂട്രീഷൻ ആൻഡ് മെഡിസിൻ. ഇപ്പൊ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരും ഇപ്പൊ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മാരത്തോണിൽ ഇപ്പൊ നമ്മുടെ കോച്ചസ് നമുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഗോൾഡ് പ്രൈസ് ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ഗോൾഡ് പ്രൈസ് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നുള്ള ഒരു ഉദ്യമത്തിലാണ് ചിലരൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അന്നേരം നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാര്
കോച്ചസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ചിലരൊക്കെ 3 ടൈം ഒക്കെ ഷേക്ക് ഒക്കെ കുടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, 3 ടൈം ഷേക്ക് കുടിക്കുന്നുണ്ട്, ശരീരത്തിന് ദോഷമൊന്നുമില്ല. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ് കഴിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഉച്ചയ്ക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ആഹാരം കഴിച്ചിരിക്കണം, 3 ടൈം ഷേക്ക് ഒന്നും കുടിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചിലര് ഓവർ എക്സർസൈസ് ഒക്കെ ചെയ്തിട്ട്, ഇപ്പൊ ഹാലയൊക്കെ ചെയ്യുന്നത് ഒരു മിതമായ എക്സർസൈസ് ആണ്, നന്നായിട്ടുള്ളത്. ചിലരൊക്കെ വളരെ കുറെ കിലോമീറ്ററുകളോളൊക്കെ ഓടിയിട്ട് എങ്ങനെയെങ്കിലും പ്രൈസ് എടുക്കണം എന്നുള്ളത്, അതും നല്ലത് തന്നെയാണ്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവര് ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കോമ്പറ്റീഷന് നിൽക്കരുത്. നമ്മൾ കഴിക്കുന്നത് ഒരു ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോച്ചസ് ഇതുപോലെയുള്ള പ്രൈസ് ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാരത്തോൺ ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലൈഫ് ലോങ് എല്ലാവർക്കും ഏതൊരു പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ന്യൂട്രീഷൻ ഫുഡാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവരുടെയും മനസ്സിൽ വേണം. ഈ 10 ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. ലൈഫ് ലോങ് ഇപ്പൊ ഒരു ട്രാവലിംഗ് കമ്പാനിയൻ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾക്ക് ഒരു സ്കിപ്പ് ചെയ്ത് പോയ ഒരു മീലിനെ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മള് കുറെ അധികം എക്സ്പെൻസസ് നമ്മുടെ ഗ്യാസും ഇലക്ട്രിസിറ്റിയും വാട്ടറിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ തവണത്തെ കുക്കിംഗ് ടൈം നമുക്ക് ലാഭിക്കാം. ഒത്തിരി പറഞ്ഞാൽ തീരാത്ത ഒത്തിരി വിശേഷങ്ങളുണ്ട് നമ്മുടെ ഷെയ്ക്കിനെ കുറിച്ച് പ്രകടിപ്പിക്കാനാണെങ്കിൽ. അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് തന്ന എന്റെ എല്ലാ കോച്ചസിനും സിസ്റ്റം ലീഡേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ കേൾക്കാൻ ക്ഷമ കാണിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടിട്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ എ ഹെൽത്തി ഹാപ്പി ലൈഫ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.